തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ആരോഗ്യരംഗത്ത് 40 വർഷത്തിലേറെ പാരമ്പര്യം. 400-ൽ പരം ടെസ്റ്റുകൾ, 250ഓളം ലാബുകൾ, 1500 പേഷ്യന്റ് സർവീസ് സെന്ററുകൾ. സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി, കോടതിക്ക് പിൻവശം, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. കോൺടാക്ട് 7012712910. ഹരിതമിത്രം ആപ്പ് 2.0 ജില്ലാതല പൈലറ്റ് പദ്ധതി ഉദ്ഘാടനം നഗരസഭയിൽ വെച്ച് നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കെ സ്മാർട്ട് IKMന്റെ നേതൃത്വത്തിൽ ഹരിതമിത്രം ആപ്പിന്റെ 2.0 ലോഞ്ചിംഗ് നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹരിതമിത്രം ആപ്പിന്റെ 2.0യുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നമ്മളിവിടെ നിർവഹിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ട്രെയിനിങ്, അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്, ഒരാൾക്ക് ഒരു സംശയമില്ലാത്ത രീതിയിൽ അന്ന് മനസ്സിലായി എന്ന് സൂചിപ്പിച്ചതാണ്. പഠനം എന്ന് പറഞ്ഞാൽ ഒരു തുടർ പ്രക്രിയയാണ്. അപ്പൊ ഈ ആപ്പ് എങ്ങനെ ഉപയോഗിക്കണം, ഓരോ വീടുകളിൽ QR കോഡ് സംവിധാനത്തെ സംബന്ധിച്ച് വളരെ സുതാര്യമായ രീതിയിലാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്നൊന്നും കൂടി നിങ്ങൾക്ക് ഇതിന്റെ ട്രെയിനിങ് തരും. അപ്പൊ ഇന്ന് തന്നെ തുടർന്നുള്ള നമ്മുടെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കലൊക്കെ തന്നെ ഈ ആപ്പ് വഴിയാണ്. ആപ്പ് വഴി നമ്മൾ QR കോഡ് പതിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. അത് കൂടുതൽ സുതാര്യമായ രീതിയിൽ എല്ലാ സ്ഥലത്തും എത്താൻ കഴിയാവുന്ന രീതിയിൽ അരവിന്ദാക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ 25,000 രൂപയെങ്കിലും മാസം വരുമാനം ഉണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിൽ നിങ്ങളുടെ വരുമാനം കൂട്ടണം എന്ന് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. നിങ്ങളുടെ വരുമാനം കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് കൂടുതൽ ശുചിയാവുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കൗൺസിൽ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മാലിന്യമുക്ത നവകേരളത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ കർമ്മനിരതരായിരിക്കുന്ന ഹരിതകർമ്മ സേനയ്ക്ക് നവീകരിച്ച ഈ ആപ്പ് അവരുടെ പ്രവർത്തനത്തിന് വേഗം കൂട്ടുമെന്ന് ചെയർമാൻ അഭിപ്രായപ്പെട്ടു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PR അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ക്ലീൻ സിറ്റി മാനേജർ ജിതേഷ് കുമാർ KV, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സിനിൽ, സിദ്ദിഖുൽ അക്ബർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, IKM ഡിസ്ട്രിക്ട് ടെക്നിക്കൽ ഓഫീസർ സുധീഷ്, IKM ടെക്നിക്കൽ ഓഫീസർ സനിത, അരുൺ, അനിത, ജയേഷ്, പത്മ, ഹരിതകർമ്മ സേനാംഗങ്ങളും പങ്കെടുത്തു. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.